ബാംഗ്ലൂർ വലിയ പ്രതീക്ഷയോടുകൂടി പഠിക്കാൻ വിട്ട തിരുവനന്തപുരം സ്വദേശി ആദിത്യൻ മരണപ്പെട്ടു. കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടു. കോളേജിൽ നടക്കുന്ന നിരന്തരം പ്രശ്നങ്ങൾ കാരണം സന്ദീപ് പാണ്ഡെ എന്ന സാറിൽ നിന്നും നിരന്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മയക്കുമരുന്നുമായിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ കൂടുതലും നടന്നിട്ടുള്ളത്. കോളേജ് ഹോസ്റ്റലിൽ മറ്റുള്ള കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളായിരുന്നു. പക്ഷേ ഈ ആദിത്യൻ എന്ന് പറയുന്ന കുട്ടി അതിലൊന്നും ഉൾപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നില്ല. ആദിത്യൻ ക്ലാസ്സിലെ ലീഡറായിരുന്നു. ആ കുട്ടി ഇങ്ങനെയുള്ള കുട്ടികൾ മയക്കുമരുന്ന് അടിക്കും എന്നുള്ളത് കോളേജിൽ സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അതിനും സാറ് ആദിത്യനെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത്. നീയാണ് മയക്കുമരുന്ന് അടിക്കുന്നത്, അത് മറ്റുള്ള കുട്ടികളല്ല, നീ അങ്ങനെ വരുത്തി തീർക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. അതുപോലെ ഹോസ്റ്റൽ വാർഡൻ്റെ കാര്യം പറയുന്നു. ആ വാർഡനും ആദിത്യനെ ഒരുപാട് പീഡിപ്പിക്കുമായിരുന്നു. ഇത് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കോളേജിൽ നിന്നും കറക്റ്റ് പറയുന്നില്ല. അവർ പറയുന്നത് വീട്ടിലെ മാനസിക പീഡനം, അതായത് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ആദിത്യൻ ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. അതെന്തായാലും ഒരിക്കലും അത് സംഭവിക്കൂല. ഈ കുട്ടി ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്, യൂണിഫോമൊക്കെ ഇട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ തിരിച്ച് എങ്ങനെയാണ് ഈ ഹോസ്റ്റലിൽ കുട്ടി കയറി മരണപ്പെട്ടത് എന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മരണപ്പെടുന്ന സമയത്ത് ആദിത്യൻ്റെ ദേഹത്ത് ഷർട്ടില്ലായിരുന്നു, പാൻറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയുടെയൊക്കെ വേദന, അവർ അത്രയ്ക്ക് സങ്കടപ്പെട്ട് അവരെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ഈ ഇടയ്ക്കാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതുപോലെ മരണപ്പെട്ടത്. അതിന് നീതി കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെയും നീതി കിട്ടിയിട്ടില്ല. അതുപോലെ ഈ ആദിത്യന് 19 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ആ കുട്ടിക്ക് നീതി കിട്ടുമെന്നും കുട്ടിക്കായിരുന്നാലും അതിൻ്റെ കുടുംബത്തിനായിരുന്നാലും നീതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അമ്മ അവർക്ക് അവരുടേതായ ഇത്ര വേദന, ഇത്രയും കഷ്ടപ്പെട്ട് അവർ വിചാരിച്ചു ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്നു എന്ന് മക്കൾ പറയുമ്പോൾ അതിനൊത്ത് നിൽക്കും. BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ആദിത്യൻ. അപ്പോൾ അവന് പഠിക്കാൻ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ട്. ബാംഗ്ലൂർ പോകണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ വിട്ട് കാണും. പക്ഷേ അവിടെയൊക്കെ ഈ പോകുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ വേറൊരു രീതിക്കായാണ് അങ്ങ് മാറുന്നത്. അവിടെ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് വേറുള്ള പല പല രീതിക്കുമായിട്ട് കുട്ടികൾ അവിടെ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കഴിയും. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടല്ല, നമ്മുടെ കേരളം വിട്ട് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ കേസ് അവിടെയായി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാനോ, കേസ് അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ആദിത്യനെ പോസ്റ്റ്മോർട്ടം ചെയ്തത്, അതിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയാൻ കഴിയും. പക്ഷേ അവിടെ ആണെങ്കിൽ ഇതൊന്നും അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ അറിയാൻ കഴിയില്ല. അവിടെയൊക്കെ ഉള്ള വലിയ വലിയ ഉന്നതരും അതുപോലെ നമ്മളെ കേരളം വിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കണ്ണീരോടുകൂടി ഇത് കാണാനേ പറ്റൂ. ആ അമ്മയുടെ വേദനയും അവരെ വാക്കുകളും വിങ്ങിപ്പൊട്ടിയുള്ള വാക്കുകളും ഒന്നും നമ്മളെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു നിതിൻ രാജ് മരണപ്പെട്ടതിൻ്റെ ഇപ്പോൾ 1 മാസമായിട്ടും നിതിൻ രാജിൻ്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ഒന്നും അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിപ്പം വിഷുവിന് ലീവിന് നാട്ടിൽ വന്നായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ അവൻ ചിരിച്ചും കൊണ്ടൊക്കെയാണ് എന്നോട് ഓരോന്ന് സംസാരിക്കണം. കോളേജിനെ പറ്റി അധികമൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് അവൻ്റെ ഒരു സാറിൻ്റെ പേര് സന്ദീപ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അപ്പോൾ ഇവൻ്റെ റൂമിലും ഇവൻ്റെ ഹോസ്റ്റലിലും ഇവന്മാരെയൊക്കെ സാറെന്ന് വിളിക്കരുത്. സന്ദീപ് പാണ്ഡെ എന്നാണ് ഈ നാറിയ യവൻ്റെ പേര്. യവനെയൊക്കെ സാറെന്ന് വിളിക്കുന്നത് ആരാണ്? യവന്മാരെല്ലാം കൂടി ഈ കുട്ടിയെ തീർത്തതാണ്. ഒന്നുകിൽ ഇതിൻ്റെ ഹോസ്റ്റൽ വാർഡൻ, അയാൾക്ക് മെയിനായിട്ട് കൈയുണ്ട്. അയാൾ ഇതിൻ്റെ കൈയായിരിക്കും. അതുകൊണ്ടാണ് ഈ കുട്ടി കോളേജിലോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് ഹോസ്റ്റലിലാണ് ഇത് സംഭവിക്കുന്നത്. അതിന് പറയുന്നത് ടോയ്ലറ്റിൽ വീണു എന്നാണ് വീട്ടുകാരെ അറിയിക്കണത്. അത് എപ്പോഴൊക്കെയോ ആണ് അറിയിക്കണത്. ടോയ്ലറ്റിൽ വീണു, പിന്നെ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തണം. എന്തെന്ന് അപ്പുറം തിരുവനന്തപുരം ബാംഗ്ലൂരും തമ്മിൽ എന്ത് വ്യത്യാസം കിടക്കണം? അവർക്ക് ഓടിപ്പാഞ്ഞ് വരത്തുണ്ടോ?
തൊട്ടടുത്താണെങ്കിൽ ശരി തന്നെ. ഇതുപോലെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ 2ാമത്തെ മരണം. മറ്റത് ഇതുപോലെ ഡെൻ്റൽ കോളേജിൽ അതിന് ഡോക്ടർ ആവണമെന്നും പറഞ്ഞും കൊണ്ടാണ് ആ കുട്ടി കണ്ണൂര് പോയത്. അതിന് സംഭവിച്ചത് കണ്ടില്ലേ? ഇത് വല്ലാത്തൊരവസ്ഥയാണ്. മക്കളെ പഠിപ്പിക്കാൻ വിടുന്നതിൻ്റെ ഒരു ഗതികേട്. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന്. ഈ മയക്കുമരുന്ന് പോലുള്ള എന്തോ സാധനം ഓർഡർ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അപ്പൊ യവനാണ് അവിടുത്തെ ലീഡർ, ഹോസ്റ്റലിലെ കുട്ടികളെയൊക്കെ നോക്കേണ്ട. അപ്പം അത് യവന്റെ റൂമിലെ കുട്ടികൾ വരെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ആദിത്യന്റെ റൂമിലെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഹോസ്റ്റലിലെ ലീഡർ, അതായത് മറ്റുള്ളവരെ കുട്ടികൾ എന്തൊക്കെയാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് അത് ലിസ്റ്റ് എഴുതി കൊടുക്കുന്ന കുട്ടി യവനാണ്. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഹോസ്റ്റലിലെ പിള്ളേരായിരിക്കാം ഇത് ചെയ്തത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കാം ഇത് ചെയ്തത്. പിന്നെ അതുപോലെ ഹോസ്റ്റൽ വാർഡനെ നല്ലതുപോലെ ചോദ്യം ചെയ്യാനുണ്ട്. അവന്മാരുടെ പേരിന് വെളിപ്പെടുത്തിയോ, അങ്ങനെ അതുകൊണ്ടാണോ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. കുട്ടിയുടെ ദേഹത്ത് മുറിവുകളുണ്ടോ എന്നുള്ളതും അറിയാൻ പറ്റുന്നില്ല. അവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് എങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കള്ള ലിസ്റ്റൊക്കെ ആയിരിക്കും വരുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന തിരുവനന്തപുരത്താണ് എന്നുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. ഇവൻ മാറി വേറെ റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സാർ അവനെ വിളിച്ച് എല്ലാ കുട്ടികളും, പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം കൂടെ നിൽക്കുക എന്റെ കൊച്ചിന്റെ പറഞ്ഞ്, നീയാണ് ഇതിന്റെ മെയിൻ ആള്, നീയാണ് ഇത് ഓർഡർ ചെയ്ത് എല്ലാ കുട്ടികൾക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നീ മാത്രമല്ല ബാക്കിയുള്ള കുട്ടികളെ എല്ലാ പേര് നീ പറയണമെന്ന് പറഞ്ഞ് എന്റെ കൊച്ചിനെ നാണം കെടുത്തിയെന്ന് പറഞ്ഞു. അപ്പൊ മറ്റുള്ള പിള്ളേര് ഈ സന്ദീപ് പാണ്ഡേയുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു കാണുമായിരിക്കും. ഇങ്ങനെ ഈ മയക്കുമരുന്ന് അടിക്കുന്ന കുട്ടികൾ യവന്റെ പേര് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. യവനാണ് അത് അടിക്കണതെന്നും യവനാണ് വരുത്തിക്കണതെന്നും എല്ലാം യവന്റെ മണ്ടയിലാക്കി. യവൻ ലീഡറായതാണ് ഇതിപ്പോ കുഴപ്പമായത്. എന്നെ മാനസികമാറ്റി ഞാൻ തളർന്നു. ആ ഒരു വാക്ക് കേട്ടപ്പോ ഞാൻ അങ്ങനെ ഉപയോഗിക്കൂലെന്ന് പെൺകുട്ടികൾക്ക് എല്ലാ പേർക്കും അറിയാം. പക്ഷെ ആ സാർ എന്നെ ഇങ്ങനെ മാനസികമാറ്റി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് വിഷുവിന് വന്നപ്പോഴാണോ ഇക്കാര്യം പറയുന്നത് അമ്മയോട്? ഇപ്പൊ വിഷുവിന് വന്നപ്പോ എന്നാണെന്നോ ഒന്നും അവൻ പറയണില്ല. പിന്നീട് ആ സാറ് മാറ്റി നിർത്തി പറയണമെന്ന് ഞാൻ വെറുതെയാണ് പറഞ്ഞത്, കുട്ടികളെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ കുട്ടികളെ പേരെടുത്ത് ഒരു പക്ഷേ മറ്റുള്ള കുട്ടികൾക്ക് ഇവന്റെ ഹോസ്റ്റലിൽ, ഈ ആദിത്യന്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അവന്റെ പേരെടുത്ത് ഇങ്ങനെ പറയിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഇവന്റെ അടുത്ത് വൈരാഗ്യം കയറിയല്ലേ ഉള്ളൂ. അങ്ങനെ വൈരാഗ്യം കയറാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന പരമനാറി ഇത് ചെയ്യിച്ചത്. മറ്റുള്ള കുട്ടികൾ ഇവനെ തല്ലിക്കൊല്ലണം, അതിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞു ഇപ്പൊ പോകുമ്പോ അച്ഛനും കൂടെ വരും, ഇല്ലെങ്കിൽ നമുക്ക് ആ സാറിനെ വിളിച്ച് സംസാരിക്കാം. വേണ്ട, സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. മരിക്കുന്നതിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ടില്ല. വിളിക്കുമ്പോ എപ്പോഴും എഴുത്താണ്, ഒരുപാട് എഴുതാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം അമ്മ എന്ന് പറയും. അതിന്റെ തലേ ദിവസം വീഡിയോ കോളിൽ ഞങ്ങളെ വിളിച്ചായിരുന്നു. അന്ന് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ആദ്യം പറഞ്ഞു? വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ മോക്ക് 3-ാം തീയതി നീറ്റ് എക്സാമാണ്, ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫുഡൊക്കെ കഴിച്ചാന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. അവന്റെ മുഖത്ത് പോലും ഞങ്ങൾക്കൊരു വിഷമമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഓക്കെ ആണമ്മ എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു കാര്യം ചോദിക്കാനുള്ള ഒന്നും തോന്നിയില്ല. ആരെങ്കിലും അപായപ്പെടുത്തിയതാണെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ? കാരണം എന്റെ കൊച്ച് കോളേജിൽ പോകാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവരെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ ആണിനും പെണ്ണിനും അകത്താണ്, പെൺകുട്ടികൾക്ക് താഴെ ആൺകുട്ടികൾക്ക് വന്ന് കയറുന്ന സൈഡിലാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അഡ്മിഷൻ ആക്കി മോൻ അവിടെ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയെങ്കിൽ പിന്നെ തിരിച്ച് വിളിച്ചിട്ട് ഇവനെ ഹോസ്റ്റൽ റൂമിലിട്ട് ഇവനെ തല്ലിച്ചതച്ച് അവനെ കൊലപ്പെടുത്തിയിട്ട് കെട്ടി തൂക്കിയതായിരിക്കാം. സമയത്ത് പറഞ്ഞ് പുറത്താണ്, ഇവിടെ പണി നടക്കണതുകൊണ്ട് ഹോസ്റ്റലിൽ ആൺകുട്ടികൾക്ക് താൽക്കാലികമായിട്ട് പുറത്താണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞു അത് അവർക്കായിട്ടുള്ള ഹോസ്റ്റലാണ്, ഇനി അകത്തോട്ട് ആക്കൂല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ കൊച്ച് യൂണിഫോം എല്ലാം ഇട്ട് കൂട്ടുകാരന്മാർക്കൊപ്പം ഇറങ്ങിയതാണ് പഠിക്കാൻ. ആ ഇറങ്ങിയ കൊച്ച് അവന്റെ കൂട്ടുകാരന്റെ പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞില്ല നീ വെക്കുമെന്ന് പറഞ്ഞ് ഇവ തിരിച്ച് ഹോസ്റ്റലിൽ കയറിയെന്ന്. പക്ഷെ അതുവരെ അവനില്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടേ. അപ്പൊ ഈ സാർ അവനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നായിരിക്കും. കുട്ടികൾ 11 മണിയായിട്ട് അവനെ കാണാത്തത് കൊണ്ട് തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നപ്പോ യൂണിഫോമത്തിൽ ഉടുപ്പില്ല, വെറും പാന്റ് മാത്രമായിട്ട് എന്റെ കൊച്ചു തൂങ്ങി നിൽക്കണമെന്നാണ് പറഞ്ഞത്. എന്റെ കൊച്ചു ജിമ്മിനകത്തേക്ക് തൂങ്ങും.
നല്ല പൊക്കമുള്ള മക്കളല്ലേ അവൻ. എന്നിട്ട് 11 മണിക്ക് അവര് കണ്ടിട്ട് ഞാൻ ജോലിക്ക് നിന്നെടുത്ത് 12:30 ആയപ്പോഴാണ് എന്നെ വിളിച്ച് പറയണം. അത് പ്രിൻസിപ്പാളാണോ ഒരു ലേഡിയാണ് എന്നെ വിളിച്ച്. ടീച്ചറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ സാറന്മാര് കുറവാണ്, ടീച്ചർമാരാണ് കൂടുതൽ പഠിപ്പിക്കുക. എന്നെ വിളിച്ച് പറയാ, ആദിത്യന്റെ സുഖമില്ല, ആദിത്യന്റെ പേരന്റ് അല്ലേ, പെട്ടെന്ന് പേരന്റ് കോളേജിൽ എത്തണമെന്ന് പറഞ്ഞു. ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് പറയണ മുമ്പ് അവരെന്നെ കട്ട് ചെയ്തിട്ട് പോയി. തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ടൊന്നും അവർ ഫോൺ എടുത്തില്ല. ആ കോളേജിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചത് അനുജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. അവരെല്ലാം ആ കോളേജിന്റെ ആൾക്കാരാണ്, അവർക്ക് പുറമേ അല്ല. അവർക്കാകെ എന്ത് ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കും ആ ഒരു കോളേജിൽ കൊണ്ട് അഡ്മിഷൻ എടുത്താക്കിയത്? ഇത്രയും ദൂരെ കിടക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും എന്ത് ചെയ്യാനാണ്? അവിടെ നിന്നും കൊണ്ട് ഈ അവന്മാര് ഇത് കണക്ക് കാണിച്ച് കൂട്ടിയിട്ട് അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം ആ കുട്ടി അവസാനിച്ചു, അതിന്റെ ജീവൻ നിലച്ചു എന്നറിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വിളിച്ച് പറയണത് ഇതുപോലെ കുട്ടിക്ക് സുഖമില്ല, ഒന്നുകിൽ പറയും ടോയ്ലറ്റിൽ വീണു, ഇതൊക്കെയാണ് പറച്ചില്. അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണു എന്നൊക്കെയാണ് പറയണത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്ര അപ്പറോ ഇപ്പറോ ഓടി വരാനായിട്ട് സ്വാതന്ത്ര്യമുള്ളവരാണ്. അയാളെ വിളിച്ചപ്പോൾ അയാൾ എന്നോട് പറയാണ്, എനിക്ക് ഈ കാര്യങ്ങളെന്ന് പറയണേ ഞാൻ കോളേജിലില്ല, ഞാൻ വേറൊരാളെ നമ്പർ തരാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്ത്. എന്റെ കൊച്ചിന് എന്താണെന്നൊന്നും പറയണില്ല. ആ തന്ന നമ്പറിൽ എനിക്ക് വിളിക്കേണ്ടി വന്നില്ല. കട്ട് ചെയ്തതും വേറൊരാണ് എന്നെ വിളിച്ചിട്ട് പറയാണ്, ആദ്യത്തെ ബാത്റൂമിൽ വീണ്, അവൻ ഇത്തിരി സീരിയസ് ആണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണമെന്ന്. അപ്പോഴും മരിച്ചു എന്നോ ആത്മഹത്യാശ്രമം നടത്തിയെന്നോ പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് പിന്നെ മരിച്ചു എന്ന് അറിഞ്ഞത്? എപ്പോഴാണ് ഇവിടുന്ന് ആദിത്യന്റെ അച്ഛൻ അവിടെ ചെന്ന ശേഷം? എപ്പോഴും അതിനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണ്. പിന്നീട് നേരത്തെ ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഫോണിലാണ് കണ്ട എന്റെ മോൻ പോയെന്ന്. അതുവരെ ആരും എന്നോട് പറഞ്ഞില്ല. ഇപ്പോഴും മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അമ്മ ഉറച്ചു. മകന് ചെയ്യും. എന്റെ കൊച്ച് ഇപ്പൊ വിഷുവിന് വന്നതാണ്. വിഷുവിന് വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ മയക്കുമരുന്നുമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള കുട്ടികളുടെ കാര്യമായിരുന്നാലും ആദിത്യം പറഞ്ഞത്. അല്ലാതെ ഒന്നും ഒരു കാര്യവും പറയത്തില്ലായിരുന്നു. സ്കോളർഷിപ്പ് ഉണ്ട്, അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നവനാണ്. ഒരുപാട് 100 ആഗ്രഹങ്ങളും പറഞ്ഞാണ് പോണ. എന്റെ കൊച്ചു ചെയ്യൂലെന്ന് എനിക്കറിയാം. അവന്മാര് ഇനിയിപ്പോൾ ഈ ചെയ്തവന്മാര് അവന്മാരെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഈ പാവങ്ങൾ എന്ത് ചെയ്യാൻ? ഈ പറയാനേ പറ്റൂ ഇനി ഒരു കുട്ടിക്ക് സംഭവിക്കരുതെന്ന്. പിന്നെ നാളെ നേരം വെളുക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത പകരമാണ്, വേറൊരു രീതിക്കാണ് വീണ്ടും അടുത്ത വാർത്ത കേൾക്കുന്നത്. ഹോസ്റ്റലിൽ അവരുടെ കൂട്ടുകാരെ വിളിക്കുമ്പോഴും ഫോണെല്ലാവരാണോ വാങ്ങിച്ചു വെക്കണം? എന്തിന്? അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ സമ്മതിക്കണില്ല അവരാരും. എല്ലാവർക്കും അറിയാം. അങ്ങനെ ഫോൺ വാങ്ങിച്ചു വെച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അവർ സത്യം വിളിച്ച് പറയും എന്നുള്ളത് കൊണ്ടാണ് സമ്മതിക്കാത്തത്. അവിടെയൊക്കെ എന്തെങ്കിലും ആയിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെ ഇവിടം വിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ മറ്റേ റാഗിങ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവനെ കൊണ്ടാക്കിയ സമയത്തൊന്നും റാഗിങ് ഇല്ല. 4ാമത്തെ വർഷം പഠിക്കുന്ന കുട്ടികൾ പോലും അവനോട് സ്നേഹത്തിലാണ് എല്ലാ കുട്ടികളുടെയും പെരുമാറണം. റാഗിങ് എന്ന് പറയണില്ല. പക്ഷെ ഈ സാറ് ഇപ്പൊ ഓരോന്നൊക്കെ മെസ്സേജുകൾ പറഞ്ഞത് അയാള് ദുഷ്ടനാണ്, ഏതോ കൊച്ചിനെ വേറെ പിള്ളേരെ നിർത്തി അടുപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ ഹോസ്റ്റലില്. സാറന്മാർ മറ്റുള്ള കുട്ടികളെ കൊണ്ടൊക്കെ വേറെ തെറ്റ് ചെയ്യാത്ത കുട്ടികളെയൊക്കെ അടുപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് നിതിൻ രാജിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. മറ്റേ ആ റാമെന്ന് പറയുന്ന പരമനാറി മറ്റുള്ള ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളുടെ കരണത്തടിക്കുകയും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവിടെ പിന്നെ വേറെ മറ്റുള്ള കുട്ടികളിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അത് സാറന്മാരുടെ പക്ഷത്ത് നിന്നാണ് ഇങ്ങനെ ഉണ്ടായത്. അത് എന്നിട്ട് പറഞ്ഞത് നിതിൻ രാജ് എത്ര 3ാമത്തെ നിലയിൽ നിന്ന് 5ാമത്തെ നിലയിൽ നിന്നൊക്കെ ചാടിയെന്ന്. അതും ചാടിയതൊന്നുമല്ല, അവനെ ഓരോ കാരണങ്ങൾ കൊണ്ട് അവനെ തീർത്തതാണ്. അല്ലാതെ ആ കുട്ടി അങ്ങനെ ചെയ്യുമൊന്നുമില്ല. അത് ഡോക്ടറായി പഠിച്ചിറങ്ങണമെന്നും പറഞ്ഞും കൊണ്ടാണ് ആ നിതിൻ രാജ് പോയത്, കണ്ണൂർ ഡെന്റൽ കോളേജിലേക്ക് പോയത്.
അവിടെ അവൻ നല്ലതുപോലെ പഠിക്കണ ഒരു മോനായിരുന്നു. അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഒരു കുടുംബമായിരുന്നു അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, എൻ്റെ മോൻ ഡോക്ടറായിട്ട് ഇറങ്ങി വരും. നിതിൻ രാജിൻ്റെ അച്ഛന് സഹോദരിയൊക്കെ അവർക്ക് നീതി ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ റാമെന്ന് പറയുന്ന നാറിയെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ആ സ്റ്റാഫ് റൂമിൽ വെച്ച് നടന്ന സംഭവം കുറേ സാറന്മാരാ, പ്രിൻസിപ്പളാ, എല്ലാവരും കൂടി ഈ നിതിൻ രാജിനെ ആ സ്റ്റാഫ് റൂമിൽ വെച്ച് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. എന്നിട്ട് പറയണത് ആ കുട്ടിയാണ് മുകളിലത്തെ നിലയിൽ നിന്ന് ചാടിയതെന്ന് പറയുന്നത്. അതല്ല, റാം അവിടെ ഇല്ലായിരുന്നു എന്നാണ് ആ കാര്യത്തിലും പറയുന്നത്. പക്ഷേ റാം വെളിയിലുണ്ടായിരുന്നു. മിക്കവാറും റാം ഈ കുട്ടി സ്റ്റാഫ് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ റാം വേറെ റൂമിലിട്ട് പൂട്ടിയിട്ട് ഇതിനെ ഉപദ്രവിച്ചു അതിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ടു. അല്ലെങ്കിൽ ഇവൻ്റെ ഈ നിതിൻ രാജിനെ മുകളിലത്തെ നിലയിൽ നിന്ന് വീഴുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ 5ാമത്തെ നിലയിൽ നിന്ന് ചാടി എന്ന് പറയുന്നത്. അപ്പം 5ാമത്തെ നിലയിൽ നിന്നാണെങ്കിൽ തലയൊക്കെ ചിതറിപ്പോവില്ലേ, അവിടെ ബ്ലഡിൻ്റെ അംശം കാണില്ലേ. ഈ അച്ഛന് സഹോദരിയൊക്കെ പോയി നോക്കുമ്പോൾ അവരെ ഹൃദയം പൊട്ടിപ്പോയി. ഈ കുട്ടി വീണ സമയത്ത് ആ സ്ഥലത്ത് ഒരു ശകലം ബ്ലഡിൻ്റെ അംശം ഒന്നുമില്ല. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഈ നിതിൻ രാജിൻ്റെ അച്ഛനെയൊന്നും കാണിച്ചില്ല. അവർക്ക് പറയുന്നതിൽ തന്നെ ഉടായിപ്പ് കാര്യങ്ങളുണ്ട്. അവിടെ സംരക്ഷിക്കാൻ ആളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പണവും ഉണ്ട്, ഇവരെ സംരക്ഷിക്കാനും ആളുണ്ട്. ഇത് പോരെങ്കിൽ ബാംഗ്ലൂരാണ് നടന്നിരിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിന് നീതി കിട്ടുമൊന്നുമില്ല. പിന്നെ ആ സഹോദരിയൊക്കെ വന്നിന്ന് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് അവിടെ കോളേജിൽ ക്ലാസ് നടന്നു എന്ന് പറയുന്നുണ്ട്. അവർക്കൊന്നും ഇതൊന്നുമല്ല, ഇതൊരു പുത്തരിയല്ല. ഇതുപോലെ എത്ര സംഭവങ്ങൾ ആ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിതിൻ രാജിൻ്റെ മരണത്തിൽ ആ CCTV ദൃശ്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇത്തിരിപ്പുല ലോൺ ആപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ശകലം സ്റ്റാഫ് റൂമിൽ നടന്ന കാര്യങ്ങളാണ് വെളിയിൽ കാണിച്ചത്. അതുപോലെ തന്നെ ആദിത്യൻ്റെ കാര്യത്തിലും നീതി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. പോയത് തന്നെയാണ്. നീതി കിട്ടണേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, അല്ലാതെ ഒന്നും പറയാനില്ല. തിരുവനന്തപുരത്ത് തന്നെ ഈ 2 സംഭവം നടന്നു. ഡോക്ടറിന് പഠിക്കാൻ പോയതും അതുപോലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയും 2 വിദ്യാർത്ഥികളും തീർന്നു.